ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. നീണ്ട 2 വർഷത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങളെ ഭാവി ടീച്ചേഴ്സ് കോളേജിൻ്റെ പടിയിറങ്ങുന്ന ദിവസമാണിന്ന്. ഈ ക്ലാസ് മുറികളും ഇവിടെ ഇന്ന് എഴുതിയുണ്ടാക്കിയ ലെസൺ പ്ലാനുകളും മറ്റ് അസൈൻമെൻറ്റുകളും പ്രൊജക്റ്റുകളും എല്ലാം ബാക്കിയാക്കി ഒരുപടി നല്ല ഓർമ്മകളുമായിട്ട് ഞങ്ങൾ ഇന്ന് ഈ കോളേജിൻ്റെ പടിയിറങ്ങുകയാണ്. ഒരു ടീച്ചറാവുന്നത് എളുപ്പമല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയില്ലെന്ന് ഞങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റും. എന്നാലും ഇവിടെ കിട്ടിയ സൗഹൃദങ്ങളും അനുഭവങ്ങളും എല്ലാം ജീവിതത്തിൽ എന്നും നല്ലൊരു ഓർമ്മകളായിട്ടിരിക്കട്ടെ. എന്നത്തെയും പോലെ ഞങ്ങൾ റുക്കുവിൻ്റെ പാട്ടോടുകൂടി തന്നെ ഈ പരിപാടി ഞങ്ങൾ തുടങ്ങി. അങ്ങനെ കുറച്ച് കളികളും തമാശകളും സംസാരങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞ 2 വർഷത്തിലേക്കൊരു തിരിച്ചുപോക്ക് തന്നെയായിരുന്നു. പിന്നീട് സിദ്ധാർത്ഥിൻ്റെയും അശ്വിൻ്റെയും പാട്ടും അഞ്ജുവിൻ്റെയും ടീമിൻ്റെയൊക്കെ റാംപാക്കൊക്കെ ആയിട്ട് കഴിഞ്ഞ വർഷത്തിലൊക്കെ ചെയ്ത കുറേ സ്റ്റേജ് പരിപാടികളുടെ ഒരു ഓർമ്മകൾ തന്നെയായിരുന്നു. ലാസ്റ്റ് വേദിയല്ലേ എന്ന് കരുതി ഞാനൊരു പാട്ടൊക്കെ പാടി. പിന്നീട് ചില പ്രത്യേക കാര്യങ്ങൾക്കുള്ള പെർഫോമൻസിനുള്ള അവാർഡായിരുന്നു. നമ്മളെ ധീരജും ആരെയൊക്കെ ആ അവാർഡ് ഏറ്റുവാങ്ങി. ശേഷം വന്നതായിരുന്നു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്. കഴിഞ്ഞ 2 വർഷത്തെ ഞങ്ങളുടെ BEd ലൈഫിലെ ഒരുപാട് സ്റ്റോറീസും മെമ്മറീസും എല്ലാം ഒരേ സ്ക്രീനിൽ. ആ ഒരു നിമിഷം എല്ലാവരും ചെറുതായിട്ടൊന്ന് ഇമോഷണലായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു നല്ല ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് എക്സാമിന് കാണാമെന്നും പറഞ്ഞ് ബൈ പറഞ്ഞു. അപ്പം ഞാൻ ലാസ്റ്റ് എന്നെ എന്താ കാണുക? എവിടെയൊക്കെ വെച്ച് കാണാം.